ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സൽ വേൾഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോം ടാബിലെ അലൈൻമെൻറ്റ് എന്ന് പറയുന്ന പോർഷനാണ്. നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റിൻ്റെ പൊസിഷനും ഓറിയൻറ്റേഷനും എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നത് അലൈൻമെൻറ്റ് എന്ന് പറയുന്ന ഈ ഏരിയയിലാണ്. നമ്മൾ ഇൻസേർട്ട് ചെയ്ത ഡാറ്റയുടെ പൊസിഷൻ ടോപ്പ്, മിഡിൽ, ബോട്ടം, അതുപോലെ ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ് എന്നിങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡാറ്റ ആ സെല്ലിലോട്ട് ഇൻപുട്ട് ചെയ്തു. ഇനി ആ സെല്ലിൽ സെലക്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് ടോപ്പ് അലൈൻ കൊടുക്കുകയാണെങ്കിൽ ആ ഡാറ്റ ടോപ്പിലോട്ടും, മിഡിൽ അലൈൻ കൊടുത്താൽ മിഡിലോട്ടും, ബോട്ടം അലൈൻ കൊടുത്താൽ ബോട്ടം സൈഡിലോട്ടും നമുക്ക് ആ ഡാറ്റേനെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ എൻ്റർ ചെയ്ത ഡാറ്റയുടെ പൊസിഷൻ ലെഫ്റ്റ് അലൈൻ വേണമെങ്കിൽ ലെഫ്റ്റിലോട്ടും, സെൻറ്റർ അലൈൻ വേണമെങ്കിൽ സെൻറ്ററിലോട്ട്, റൈറ്റ് അലൈൻ വേണമെങ്കിൽ റൈറ്റിലോട്ടും നമുക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത് ഓറിയൻറ്റേഷനാണ്. നമുക്ക് ഓറിയൻറ്റേഷൻ യൂസ് ചെയ്തുകൊണ്ട് എൻ്റർ ചെയ്ത ഡാറ്റയുടെ പൊസിഷൻ ഒന്ന് മുകളിൽ നിന്ന് താഴത്തോട്ടോ താഴത്തുനിന്ന് മുകളിലോട്ട് അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതിൽ ആംഗിൾ കൗണ്ടർ ക്ലോക്ക് വൈസ് കൊടുക്കുകയാണെങ്കിൽ താഴത്തുനിന്ന് മുകളിലോട്ട് എന്ന രീതിയിൽ ഒരു ചെറിയ ചെരിവ് ടെസ്റ്റിന് വരും. അത് നമുക്ക് കാണാമല്ലോ ഇപ്പോൾ. അതേപോലെ തന്നെ ആംഗിൾ ക്ലോക്ക് വൈസ്, വെർട്ടിക്കൽ ടെസ്റ്റ്, റൊട്ടേറ്റ് സ്റ്റെപ്പ്, റൊട്ടേറ്റ് ടെസ്റ്റ് ആവണ എല്ലാം നമുക്ക് കൊടുക്കാം. ഇത് മുകളിൽ നിന്ന് താഴത്തോട്ട് അല്ലെങ്കിൽ താഴത്തുനിന്ന് മുകളിലോട്ട് എന്നുള്ള രീതിയിലെല്ലാം നമുക്ക് ടെസ്റ്റിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതാണ് ഓറിയൻറ്റേഷനിൽ വരുന്നത്. ഓറിയൻറ്റേഷനിൽ തന്നെ ഫോർമാറ്റ് സെൽ അലൈൻമെൻ്റ് ഉണ്ട്. അതെന്ന് വെച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മുടെ സെല്ലിലെ ഡാറ്റയുടെ പൊസിഷൻ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. കസ്റ്റമൈസ് ചെയ്ത് ഓറിയൻറ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത എന്താണ് ഓറിയൻറ്റേഷൻ സെറ്റ് ആ രീതിയിൽ ഡാറ്റ അറേഞ്ച് ചെയ്ത് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അലൈൻമെൻറ്റിൽ നെക്സ്റ്റ് വരുന്നതാണ് ഇൻക്രീസ് ഇൻഡൻറ്റും ഡിക്രീസ് ഇൻഡൻറ്റും. സെലക്ട് ചെയ്ത സെല്ലിൻ്റെ ഡാറ്റയും അതുപോലെ മാർജിനും തമ്മിൽ എത്ര അകലം വേണം എന്നുള്ളത് ഈ ടൂൾ യൂസ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇൻക്രീസ് ഇൻഡൻറ്റ് കൊടുക്കുകയാണെങ്കിൽ മാർജിനും സെല്ലും തമ്മിലുള്ള അകലം കൂടുകയും ഡിക്രീസ് ഇൻഡൻറ്റ് കൊടുക്കുകയാണെങ്കിൽ മാർജിനും ഡാറ്റയും തമ്മിലുള്ള അകലം കുറയുകയും ചെയ്യും. ഇൻഡൻറ്റ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ജസ്റ്റ് ആ ടൂളുകളിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റാപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഏരിയയാണ്. റാപ്പ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് ഒരു സെല്ലിൽ നമുക്ക് ഒരുപാട് ഡാറ്റ ഉൾക്കൊള്ളിക്കണം. പക്ഷെ അതിനുള്ള സ്പേസ് ആ സെല്ലിന് ഇല്ലെങ്കിൽ ആ സെല്ലിൻ്റെ ഉള്ളിലോട്ട് ആ മുഴുവൻ ഡാറ്റയും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റാപ്പ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഐ എന്ന് പറയുന്ന സെല്ലിനകത്തോട്ട് ഒരു ലോങ് ഡാറ്റ എൻ്റർ ചെയ്തു. അത് ജെ, കെ എന്ന് പറയുന്ന സെല്ലുകളുടെ പൊസിഷനിലേക്കൂടെ കയറിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി അത് ഒറ്റ സെല്ലിലോട്ടാക്കാൻ വേണ്ടി ഐ എന്ന് പറയുന്ന സെല്ല് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം റാപ്പ് ടെസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഫുൾ ഡാറ്റയും ഐ എന്ന് പറയുന്ന സെല്ലിനകത്തോട്ട് കയറിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് അലൈൻമെൻറ്റിലെ മെർജിങ് ടൂൾസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ മെർജ് ആൻഡ് സെൻറ്റർ യൂസ് ചെയ്യുന്നത് ഒരു കൂട്ടം സെല്ലുകളെ മെർജ് ചെയ്ത് ഒറ്റ സെല്ലാക്കി മാറ്റാനായിട്ടാണ്. എക്സാമ്പിളിന് വേണ്ടി ഞാൻ കുറച്ച് ഡാറ്റാസ് ഈ സെല്ലുകളിനകത്തോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മെർജ് ആൻഡ് സെൻറ്റർ കൊടുക്കുമ്പോൾ ഈ ഡാറ്റാസ് എല്ലാം റിമൂവായി ഒരൊറ്റ സെല്ലിലെ ഡാറ്റാസ് ഒരൊറ്റ സെല്ലായിട്ട് നമുക്ക് മാറുന്നത് കാണാം. അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ അതൊരു വാർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ട് എക്സലിൽ നിന്ന്. അത് നമുക്ക് എല്ലാ സെല്ലിലും ഡാറ്റ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം റിമൂവ് ചെയ്ത് ഒറ്റ സെല്ലിലോട്ട് മാറുന്നത് കൊണ്ട് വന്ന വാർണിംഗ് മെസ്സേജാണ്. നെക്സ്റ്റ് നമ്മൾ മെർജ് അക്രോസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ വാർണിംഗ് മെസ്സേജ് നേരത്തെ വന്ന പോലെ വാർണിംഗ് മെസ്സേജ് വരുന്നു. അത് ഓക്കെ കൊടുത്ത് നമ്മൾ വിടുക. അപ്പോൾ നമ്മൾ റോ വൈസ് ആണ് അവിടെ മെർജിങ് നടക്കുന്നത്. കോളം വൈസ് മെർജിങ് നടക്കില്ല, റോ വൈസ് ഉള്ള മെർജിങ് ആണ് അവിടെ നടക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് മെർജ് സെൽസ് ആണ്. മെർജ് സെൽസും മെർജ് ആൻഡ് സെൻറ്ററും ഏകദേശം സെയിം തന്നെയാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മെർജ് ആൻഡ് സെൻറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലിങ്കിങ് കൾസർ ടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെൻറ്റർ പൊസിഷനിൽ നിന്നാണ്. പക്ഷേ മെർജ് സെൽസ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നായിരിക്കും ടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. ബാക്കി മെർജിങ് എല്ലാം രണ്ടും സെയിം തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് അൺമെർജ് സെൽസ് ആണ്. അൺമെർജ് സെൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെർജ് ചെയ്ത് വെച്ചിരിക്കുന്ന സെല്ലുകളെ അൺമെർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അൺമെർജ് ചെയ്തപ്പോൾ ഇവ വീണ്ടും പഴയ പോലെ ഓരോരോ സെല്ലുകളായിട്ട് മാറിയത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഇത്രയാണ് നമ്മുടെ ഹോം ടാബിലെ അലൈൻമെൻറ്റ് എന്ന് പറയുന്ന പോർഷനിൽ നമുക്ക് പഠിക്കാൻ വരുന്നത്. അലൈൻമെൻറ്റ് എന്ന് പറയുന്ന പോർഷൻ എക്സലിലെ സിമ്പിളും ഇമ്പോർട്ടൻറ്റും ആയൊരു പോർഷനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.